ബിഗ് ബോസ് സീസൺ 8 ഉടനെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ ബിഗ് ബോസ് സീസൺ 8 വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ മാസങ്ങളായിട്ട് ബിഗ് ബോസ് കാണാതിരുന്നവർക്ക് അത് വീണ്ടും കാണാനും ആ ഒരു രസകരമായ നിമിഷങ്ങൾ നമുക്ക് മറ്റു കൂട്ടുകാർക്കും പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നമുക്ക് അത് കണ്ടിരുന്ന് സമയം കളയാനൊക്കെ പറ്റുന്ന ഒരു നല്ല ഒരു ഇതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എൻ്റർടൈൻമെൻറ്റ് കൂടുതലുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടി പെട്ടെന്ന് വരട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വീഡിയോസൊക്കെ നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരാഗ്രഹമുണ്ട്. അപ്പോൾ ഉടനെ അങ്ങനെ വരുവാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് ശരിയാണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ബിഗ് ബോസ് ഞാൻ എൻ്റെ രീതിക്ക് പറയുവാണെങ്കിൽ ബിഗ് ബോസ് ഫസ്റ്റായിരുന്നു ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ് പിന്നീടുണ്ടായിട്ടുള്ള ബിഗ് ബോസുകൾ അത്രയ്ക്ക് ഇതായിട്ടില്ല. കാരണം സെലിബ്രിറ്റീസിനെ അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെയോ ഒക്കെ ബിഗ് ബോസിൽ കൊണ്ടുവരുന്നതിന് പകരം ഒട്ടും നമുക്ക് കണ്ടിട്ടില്ല പരിചയമില്ലാത്ത വ്യക്തികളെയാണ് ബിഗ് ബോസ് കൊണ്ടുവരുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ബിഗ് ബോസിൻ്റെ സീസൺ 8 വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ആദ്യമേ നമ്മൾ ബിഗ് ബോസ് കണ്ടു തുടങ്ങിയപ്പോഴത്തെ ആ ഒരു എൻ്റർടൈൻമെൻറ്റും അതുപോലെ നമുക്ക് മനസ്സിന് സന്തോഷവും കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കാണാനും മനസ്സിലാക്കാനും പറ്റും. ബിഗ് ബോസിൽ കൂടെ പരിചയപ്പെട്ട് കൂട്ടായവരാണല്ലോ നമ്മുടെ മറ്റേ പേളിമാണി ശ്രീനീഷൊക്കെ. അപ്പോൾ അവരൊക്കെ പരിചയപ്പെട്ട ആ ഒരു കാര്യമൊക്കെ നമുക്ക് വളരെയധികം താല്പര്യം ഇഷ്ടമൊക്കെയാണ് എല്ലാവർക്കും കാണാൻ. അങ്ങനെയുള്ള പരിപാടി വന്നിട്ടിരുന്ന സമയത്താണെങ്കിലും എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു പരിപാടി കൂടിയായിരുന്നു ബിഗ് ബോസ്. പിന്നെ അതിൻ്റെ ഇത് മാറി പിന്നെ സെക്കൻഡ് തേർഡ് അങ്ങനെ മറ്റേ ഫസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഓരോ സീസൺ 8 ഇപ്പോൾ 8 നിൽക്കുകയാണ്. 8 വരാൻ പോവുകയാണ്. അപ്പോൾ 7-ാമത്തതും 6-ാമത്തതും അങ്ങനെ 5, 4 അങ്ങനെ സീസൺ ഓരോ സീസൺ ഇങ്ങനെ വന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റുകളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ കാണിച്ചിട്ടുള്ളത്. എന്നാലും ഒരു രീതി പറയുമ്പോൾ നമുക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള ബിഗ് ബോസ് എന്ന് പറയുന്നത് സീസൺ 1 തന്നെയാണ്. പിന്നെ 7 കൊള്ളാം, കുഴപ്പമില്ലായിരുന്നു. 7ൻ്റെ വീഡിയോ ആണ് ഞാൻ ബിഗ് ബോസിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 7 നല്ലത് തന്നെയാണ്, കുഴപ്പമില്ലായിരുന്നു. നല്ല കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെയായിരുന്നു 7-നകത്തും എല്ലാവരും ചെയ്തത്. അനീഷാണെങ്കിലും അനിമോളാണെങ്കിലും ഒക്കെ നന്നായിട്ട് അവരോട് അഭിനയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജീവിച്ച് കാണിക്കുന്ന രീതിക്ക് നമുക്കത് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ആൾക്കാരെ കൊണ്ടുവരണം. പുതിയ ആൾക്കാർ വരുമ്പം അവർ പുതിയ പുതിയ കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പുതിയതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് നമ്മളതിനകത്ത് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് കാണാനും അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്കത് കണ്ടിരിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബിഗ് ബോസ് സീസൺ 8 വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവുമെന്നില്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നേ കൊള്ളായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 8 വരുമ്പോൾ അതെങ്ങനെ ഉള്ളതാവണമെന്നോ അതിനകത്ത് എങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണമെന്നൊക്കെയുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ കൂടെ കുടിക്കും. അതുപോലെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ടാറ്റ.